കുറ്റി കേരളത്തിന് വേണ്ടേ? വേണ്ടേ 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 വേണ്ടേ? കേരയിൽ വേണ്ടേ വേണ്ടേ? അന്നക്കുറ്റി താഴട്ടെ, അറബിക്കടലിൽ താഴട്ടെ, മുങ്ങി മുങ്ങി താഴട്ടെ, സമരം പിൻവലിക്കുമ്പോഴുള്ള ഒരു പ്രതികരണമാണ് ഈ സമരം. ഇപ്പോൾ സന്തോഷവും ആത്മാഭിമാനവും തോന്നുകയാണ്. സന്തോഷമെന്ന് പറയുന്നത് അന്നുണ്ടായ വലിയ പോലീസ് അക്രമത്തിൻ്റെയും പോലീസ് അക്രമങ്ങളുടെയും ഒക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മറന്നു പോവുകയാണ്. അതുപോലെയുള്ള ഒരു സന്തോഷമാണ്. ആത്മാഭിമാനം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി, കഴിഞ്ഞ 4-5 വർഷക്കാലങ്ങളായി നടത്തിയ ഈ സമരം വിജയിച്ചു എന്നുള്ളതാണ്. ഒരു ശക്തിക്കും തോൽപ്പിക്കാനാകാത്ത വിധം ശക്തമായ ഒരു സമരമായിരുന്നു ഇത് നടത്തിയിരുന്നത്. അതിനാവശ്യമായ തരത്തിലുള്ള നെറ്റ്വർക്കുകൾ, അതിനാവശ്യമായ ഗ്രൗണ്ട് വർക്കുകൾ ഒക്കെ ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തി. യൂണിറ്റുകൾ രൂപീകരിച്ച്, സ്ത്രീകളുടെ യൂണിറ്റുകൾ രൂപീകരിച്ച്, പോലീസ് അടിക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുപോലുമുള്ള പരിശീലനം ഈ സംഘം നടത്തി എന്നുള്ളതാണ്, ഈ സമരസമിതി നടത്തി എന്നുള്ളതാണ്. സ്ത്രീകൾ, അത് 87 വയസ്സുള്ള ആളുകൾ മുതൽ ഈ സമരത്തിൽ പങ്കെടുത്തു. സ്ത്രീകൾ, ആ സ്ത്രീകളെ മാടപ്പള്ളിയിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും. മാടപ്പള്ളിയിൽ ഈ സമരം തുടങ്ങുന്ന യോഗത്തിന് 5 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ യോഗം നടന്നത് കരിക്കണ്ടത്തിൽ KP ജോസഫ് എന്ന് പറയുന്ന ആളിൻ്റെ വീട്ടിലാണ്. അതിനുശേഷം ബ്ലോക്ക് മെമ്പറായിട്ടുള്ള സൈനയുടെ വീട്ടിൽ യോഗം ചേർന്നു. അതിലും 5 പേരെ പങ്കെടുത്തുള്ളൂ. പക്ഷേ ഈ സമരം അതിൽ നിന്നുമാണ് ശക്തി ആർജിച്ച് വലിയ സമര മുന്നേറ്റമാക്കി മാറ്റിയത്. ഈ സമരം അതിശക്തമായി പല ജില്ലകളിൽ നടക്കുന്നുണ്ട്. കേരളത്തിലെ 11 ജില്ലകളിൽ ഇവിടെ കടന്നു പോകുന്നതാണ് കേരളയിൽ. അത് ശക്തമായ സമരം നടത്തി. പക്ഷേ ഇത് ഒരു ക്രമീകൃത രീതിയിലായി സമരം വന്നത് ഒരു സമരസമിതി രൂപീകരിച്ചതോടുകൂടിയാണ്. സമരസമിതി രൂപീകരിച്ച് സമര മുന്നേറ്റം ആരംഭിച്ചതോടുകൂടിയാണ്. യൂണിറ്റുകൾ രൂപീകരിച്ചു. അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് തലത്തിലുള്ള സമിതികൾ രൂപീകരിച്ചു. അതിനുശേഷം നിയോജകമണ്ഡലം തലത്തിലും ജില്ലാ തലത്തിലുമുള്ള സമിതികൾ രൂപീകരിച്ച് ആണ് സമരത്തിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കേരളത്തിലെ ചരിത്രം എഴുതുന്ന ആളുകൾക്ക് ഈ സമരത്തെ ഒഴിവാക്കാൻ പറ്റില്ല. അത്രമാത്രം കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കേരളം വേണം, കേരയിൽ വേണ്ട എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്താകമാനം എല്ലാ സ്ഥലങ്ങളിലും, എറണാകുളത്തും തിരുവനന്തപുരത്തും കോട്ടയത്തും ഒക്കെ നടന്നിട്ടുള്ള വലിയ സമര മുന്നേറ്റങ്ങൾ. 1490 ദിവസമായി. ഇന്ന് 1490 ദിവസമാണ്. വലിയൊരു കനൽ നമ്മൾ മാർച്ച് 17 തുടങ്ങിയ സമരത്തിൻ്റെ ഒരു കനൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ ആ കടൽ, നമ്മൾ അതിൻ്റെ ആഴം ഇതങ്ങ് ആളിപ്പിടർത്തുമായിരുന്നു ആ ദൃശ്യങ്ങൾ. അതാണ് ഞങ്ങൾക്ക് ഈ സമരത്തെ മുന്നോട്ട് നയിക്കാനായിട്ടുള്ളൊരു ഊർജ്ജമായിട്ട് വന്നത്. ഇന്നലെ ഞങ്ങൾ VDC സാറിനെ കാണാൻ പോയി. അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഇതിൽ തന്നെ വിജ്ഞാപനം ഇറക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ആദ്യമേ തന്നെ അദ്ദേഹം അത് ചെയ്തു. അതിൽ വളരെ സന്തോഷമുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരളയിൽ ഉത്തരവ് പിൻവലിച്ച് ഉത്തരവിറക്കുമെന്ന് സാർ പറഞ്ഞിരുന്നു. സാർ വാഗ്ദാനം പാലിച്ചു. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വലിയ നമ്മുടെ സ്വപ്നമായ നമ്മുടെ ഭവനം, ഞങ്ങൾക്ക് ഏറ്റവും വലിയ സ്വപ്നം, പിണറായി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ഞങ്ങളുടെ ഭവനങ്ങൾ. ആ ഭവനം തിരികെ കിട്ടിയതിൽ ഒരു സ്വർഗം കിട്ടിയ പ്രതീതിയിലാണ് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉള്ള 400 ഭവനങ്ങൾ. 400 ഭവനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ 1, 2, 3 കുടുംബങ്ങളുണ്ടാകും. അത്രയും കുടുംബങ്ങൾ ഒന്നിച്ച് സന്തോഷിക്കുന്ന കേരള ജനത ഒന്നായിട്ട്, മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം അവർ ഈ കേരളീയനെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഞങ്ങളെ എല്ലാ തരത്തിലും ഞങ്ങളെ സഹായിച്ച എല്ലാ മലയാളികൾക്കും അതോടൊപ്പം UDF സർക്കാരിനും 1000 അഭിവാദ്യം. പറയുന്നത് ഏറ്റവും ഭയങ്കരമായ ഒരു കേസെന്ന് പറഞ്ഞാൽ JJ ആക്ട് പ്രകാരം ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിൽ ഇരുന്നപ്പോൾ, ഇത് സമരസ്ഥലം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നാണ്, ഇവിടെ വന്ന് എടുത്തിട്ട് ഇതൊരു സമരസ്ഥലത്ത് കുഞ്ഞിനെ കൊണ്ടുവന്ന് പറഞ്ഞ് എടുത്ത ഒരു കേസാണ് JJ ആക്ട് പ്രകാരം. അതിൽ ഞങ്ങൾ ഒത്തിരി നടന്നു. അതിൻ്റെ അവസാനം ഇപ്പം നല്ല നടപ്പിന് വിട്ടിരിക്കുകയാണ് എന്നെ. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കേസുണ്ടായിരുന്നു. ഇപ്പോൾ 26-ാം തീയതി, മെയ് 26-ാം തീയതി ഒരു കേസുണ്ട്. വേറെയും കേസുകളുണ്ട്. ഓരോ കേസുകൾ കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്ന അടുത്ത കേസുകളുണ്ടെന്ന്. അങ്ങനെ ഇപ്പോൾ നിലവിൽ 3 കേസാണ്. ഇന്ന് ഗ്രൂപ്പ് കേസ് 28 പേരുടെ ഒരു ഉണ്ട്. അതാണ് 26-ാം തീയതി നമുക്ക് പോകുന്നത്.